എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അന്നത്തെ ദിവസം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിക്കാഹിനെ സംബന്ധിച്ചായിരുന്നു. വിവാഹം കഴിച്ചാലുള്ള ശ്രേഷ്ഠത, ഒരു വിവാഹം ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ സംശുദ്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ സദസ്സിൽ നിന്നൊരു കരച്ചിൽ കേൾക്കുകയാണ്. സദസ്സിൽ നിന്ന് കരച്ചിൽ കേൾക്കുക. അള്ളാഹുവിന്റെ റസൂൽ വെക്കുന്നു, ആരാ സഹാബികളെ, ആ കരയുന്ന ആളാരാ എന്ന് വിളിക്ക്. സഹാബികൾ നോക്കുമ്പോ നബിയെ അത് സഅദാണ് നബിയെ. ഇവിടെ വാ മോനെ സഅദേ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ പൊന്നുമോനെ നീ കരയുന്നത്? ഇവിടെ വരണം. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ഓമനത്വത്തോടെ അടുത്ത് വിളിച്ചുകൊണ്ട് സമാധാനിപ്പിച്ച് സാന്ത്വനത്തിന്റെ വാക്കുകൾ പറയുമ്പോ എന്തിനാ കരയുന്നതെന്ന് പറയോ എന്ന് ചോദിക്കുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കാണാൻ വലിയ ഗ്ലാമറുള്ള ആളൊന്നുമല്ല, കറുത്ത ഒരു വിരൂപനായ സഹാബിയ, ഉള്ളിൽ സുഗന്ധമുള്ള സഹാബിയ. പക്ഷേ ഭാഗ്യമായി നോക്കുമ്പോ കറുപ്പുള്ള സഹാബിയ. ആ സഹാബി പറയുന്ന വിവാഹത്തിന്റെ ഫളായിലും ശ്രേഷ്ഠതയും പറയുമ്പോ, നബിയേ നബിയേ നബിയേ, എനിക്കും ഒരു തരുണിയെ വേണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ, പക്ഷേ എനിക്കൊരു പെണ്ണിനെ കിട്ടുന്നില്ല. എനിക്ക് വരുന്ന എല്ലാ പ്രപ്പോസലും തട്ടിപ്പോവുകയാ, എനിക്ക് വരുന്ന വിവാഹ ആലോചനകളെല്ലാം തട്ടിപ്പോവുകയാ. പുണ്യപ്രവാചകരെ, എനിക്കിവിടെ പെണ്ണിനെ കിട്ടില്ലായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പേടിക്കണ്ട പൊന്നുമോനെ, പ്രയാസപ്പെടേണ്ട പൊന്നുമോനെ, നിനക്ക് അംർ ഇബ്നുൽ വഹബിനെ പരിചയമുണ്ടോ? ഉടൻ തന്നെ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് പരിചയമുണ്ട് യാ റസൂലല്ലാഹ്. ഇന്ന നാട്ടിൽ താമസിക്കുന്ന ആളല്ലേ, വലിയ പ്രൗഢിയും പണവും പ്രതാപവുമുള്ള ആളല്ലേ. ആ അംർ ഇബ്നുൽ വഹബിന്റെ മകൾ ഉമ്മു ജമീലയെ നിനക്ക് പരിചയമുണ്ടോ? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കറിയാം. നല്ല ശാലീനതയുള്ള, നല്ല ആത്മീയ അലങ്കാരമുള്ള, നല്ല കാണാനഴകുള്ള സുന്ദരിയായ ആ ഉമ്മു ജമീലെ അറിയാത്ത ഏതെങ്കിലും ഒരാളുണ്ടോ? എനിക്ക് പരിചയമോ? എനിക്കറിയാമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പൊന്നുമോനെ, ആ ഉമ്മു ജമീലയെ നിക്കാഹ് കഴിക്കാൻ നിനക്കിഷ്ടമാണോ? ഞെട്ടിപ്പോയി സഹോദരങ്ങളെ. പാവപ്പെട്ടവനാ, പണക്കാരനല്ലോ, നിത്യവൃത്തിക്ക് പോലും ഗതിയില്ലാത്ത പാവപ്പെട്ട വിരൂപനായ സഅദ് റളിയല്ലാഹു അൻഹു അതാ വിഷമിക്കുകയാ. നബിയെ, നബിക്ക് മാറിപ്പോയോ, തെറ്റിപ്പോയോ? എന്താ നബിയെ പറയുന്നത്? അവിടുത്തെ തൊഴുത്തിൽ അവിടുത്തെ കൂലിവേലക്കാരായി പണിയെടുക്കുന്ന ആളുകൾ എന്നെക്കാളും ഗ്ലാമറുള്ള ആളുകളാണെന്ന് പറയുമ്പോ ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ. നബി തങ്ങൾ പറയുകയാ, പൊന്നുമോനെ പേടിക്കണ്ട, ഞാൻ പറഞ്ഞെന്ന് പറയൂ, വഹബിനോട് പറയൂ, ഞാൻ പറഞ്ഞെന്ന് പറയൂ, അവന്റെ മകളെ ഉമ്മു ജമീലയെ നിനക്ക് നിക്കാഹ് ചെയ്തു തരാ. അങ്ങനെ അതാ കടന്നു പോവുകയാ. മന്ദം അംർ ഇബ്നുൽ വഹബിന്റെ വീട്ടിന്റെ പരിസരത്തോടെ നടന്നുപോയി. ആ വീട്ടിന്റെ പടിവാതിക്കലക്ക് വാതിൽ മുട്ടി വാതിൽ തുറന്നു. സഅദിനെ കണ്ടപ്പോൾ അംർ ഇബ്നുൽ വഹബ് ചോദിക്കുകയാ, എന്തൊക്കെയുണ്ട് വിശേഷം? കടന്നു വരണം, മുത്തുനബിക്ക് സുഖമാണോ? വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് പറയുകയാ, അല്ലയോ സഅദേ, നിന്റെ മുഖത്തെന്താ ഒരു വിഷാദമെന്താ? നിന്റെ മുഖത്തൊരു വിഷമമെന്താ സഅദേ? നിന്റെ മുഖത്തൊരു പ്രയാസമെന്താ? പൈസ വല്ലതും കടം വേണോ? ചോദിക്കു പൊന്നുമോനെ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലയോ വഹബേ, ഞാൻ പണത്തിന് വന്നതല്ല, കടം വാങ്ങാൻ വന്നതല്ല. കണ്ണു നിറന്നുകൊണ്ട് പറയുകയാ, പേടിച്ചുകൊണ്ട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹബീബായ നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ മകൾ ഉമ്മു ജമീല എനിക്ക് നിക്കാഹ് ചെയ്തു തരാൻ, അങ്ങയുടെ മകൾ ഉമ്മു ജമീല എനിക്ക് നിക്കാഹ് ചെയ്തു തരാൻ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരൽപ്പം മുൻകോപിയായ ഈ സ്വഹാബി പൊട്ടിത്തെറിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറയില്ല സഅദേ, കള്ളം പറയാതെ ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പിടിച്ചു തള്ളി അങ്ങനെ പുറത്തേക്ക് പോകുമ്പോ നിലവിളിച്ച് കരന്നുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ടുണ്ടായ സംഭവങ്ങൾ വിവരിക്കുമ്പോ റസൂലുള്ള പറയുകയാ, പേടിക്കണ്ട വഹബ് ഇപ്പോൾ ഇവിടെ വരും പൊന്നുമോനെ, നീ പേടിക്കണ്ട വഹബ് ഇപ്പോൾ ഇവിടെ വരും പൊന്നുമോനെ. ആ സമയത്ത് വഹബിന്റെ വീട്ടിന്റെ അരമനയുടെ അകത്തുള്ള
മാധ്യമത്തിൽ നിന്നൊരു കരച്ചിലുകൾ പോയാ വഹബ് റളിയല്ലാഹു അൻഹു കേൾക്കുമ്പോ ശ്രദ്ധിക്കുമ്പോ എന്റെ മകളുടെ ശബ്ദമല്ലേ, എന്റെ മകൾ ഉമ്മു ജമീലയുടെ ശബ്ദമല്ലേ, അവളെങ്ങാണം ഈ ഇവൻ പറഞ്ഞത് കേട്ട് കാണുമോ, ഈ വിരൂപനായ സഅദിനെ എങ്ങാണം ഉപ്പ എനിക്ക് കെട്ടിച്ചു തരുമോ എന്നോർത്ത് എന്റെ പൊന്നുമോളെ പൊട്ടിക്കരയുന്നായിരിക്കുമെന്ന് വിചാരിച്ച് ഉമ്മു ജമീല പേടിക്കണ്ട മോളെ, ഉമ്മു ജമീല നിനക്കൊരിക്കലും ആ വിരൂപനായ സഹാബിയെ തരൂല്ല. നിനക്ക് നല്ല ശാലീനതയുള്ള കുലീനതയുള്ള നല്ല ആകാര സൗട്ടവുമുള്ള നല്ല ആരോഗ്യദൃഢഗാത്തനായ ചെറുപ്പക്കാരനെ, നല്ല സാമ്പത്തിക ശേഷിയുള്ള ചെറുപ്പക്കാരനെ ഞാൻ സെലക്ട് ചെയ്ത് തരാം. പേടിക്കണ്ട പൊന്നുമോളെ ഉമ്മു ജമീല എന്ന് പറയുമ്പോ ഉമ്മു ജമീലയുടെ മനസ്സു തുറന്നുകൊണ്ട് പറയുകയാ, അല്ലയോ ഉപ്പാ എന്ന് പറയുന്നു. ഉപ്പാ നിങ്ങളെന്താ പറയുന്നത്, നിങ്ങളെന്താ പറയുന്നത്, എന്താ അബദ്ധവാ പറയുന്നത് ഉപ്പാ? ആരാണ് ഈ സഅദിനെ ഇങ്ങോട്ട് വിട്ടതുപ്പാ? ആരാ സഅദിനെ പറന്ന് വിട്ടതുപ്പാ? അമ്പിളിത്തിങ്കളെ പരാജയപ്പെടുത്തുന്ന പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ കാരണക്കാരനായ, അഖിലാണ്ടത്തെയും പടയ്ക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ അമ്പിളിത്തിങ്കളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലയോ സഅദിനെ എനിക്ക് വേണ്ടി ആലോചിച്ചതുപ്പാ? ആ ഒരു ആലോചനയേക്കാൾ നല്ല ഒരു ആലോചന, അല്ലാഹുവിന്റെ റസൂൽ സെലക്ട് ചെയ്ത വരനേക്കാൾ ഖൈറായ ഒരു വരൻ അല്ലാഹുവിന്റെ ഭൂമിയുടെ പുറംതൊലിയിൽ ഉണ്ടാകുമോ ഉപ്പാ? എനിക്ക് ഇഷ്ടമാണ് ഉപ്പാ സഅദിനെ അല്ലാതെ എന്റെ ജീവിതത്തിലേക്ക് ഒരാളിനെയും എനിക്ക് സങ്കല്പിക്കാൻ പറ്റൂല. റസൂലുള്ള പറഞ്ഞതല്ലേ എനിക്ക് 100 വട്ടം ഇട്ടവാ. എന്റെ വിവാഹ ജീവിതത്തിൽ ഒരു വരനെ ഞാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതാ സഅദല്ലാതെ രണ്ടാമതൊരാളില്ല ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറയുന്ന ഉമ്മു ജമീലയെ സമാധാനിപ്പിച്ചുകൊണ്ട്, പൊന്നുമോളെ നിനക്ക് സമ്മതമാണെങ്കിൽ ഉപ്പാക്കെന്താ വിഷമം, ഞാനിതാ പോവുകയാ, റസൂലുള്ളാഹിന്റെ അടുത്ത് പോവുകയാ. അങ്ങനെ ഇലാ ഹദ്റത്തി റസൂലില്ലാ ഹബീബായ നബി തങ്ങളുടെ പരിസരത്തേക്ക് സഅദ് റളിയല്ലാഹു അൻഹുവും ഹബീബായ നബി തങ്ങളും നിൽക്കുമ്പോൾ വകബോടി കിതച്ചു കൊണ്ടുവരികയാ. യാ റസൂലല്ലാഹ് ഒന്ന് പൊരുത്തപ്പെട്ടു തരണേ യാ റസൂലല്ലാഹ്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്റെ മകൾ ഉമ്മു ജമീലക്ക് ഒരു കുഴപ്പമില്ല, അവൾക്ക് 100 വട്ടം സമ്മതവാ, നമുക്ക് ആ കല്യാണം ഉറപ്പിക്കാം യാ റസൂലല്ലാഹ്. ചെറുപ്പക്കാരാ പൊന്നുമോനെ ചിന്തിക്കണേ, അവിടെ വെച്ച് വിവാഹത്തിന്റെ ഡേറ്റും തീരുമാനിച്ച് വഹബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുമ്പോൾ വിവാഹത്തിന്റെ തലേ ദിവസമായി നാളെ വിവാഹമോ. അതാ വേണ്ട ഒരുക്കങ്ങൾ പെണ്ണിന്റെ വീട്ടിൽ വഹബിന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ പാവപ്പെട്ട സഅദിന്റെ കയ്യിലൊന്നുമില്ല. നാളത്തെ കല്യാണ പന്തലിലെ പുതിയ പിളയല്ലയോ, പുതുമാരനല്ലയോ, ഒരു പുത്തനുടുപ്പിന് ഉള്ള വക പോലുമില്ല. യാ റസൂലല്ലാഹ് മുത്തുനബി തങ്ങളെന്ന ഏറ്റവും വലിയ പരിഹാരത്തിന്റെ പർവ്വത്തിനോട് പരാതി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയായ ഹബീബ്, യാ പൊന്നുമോനെ പേടിക്കണ്ടടാ സഅദ്, എന്തിനാ വിഷമിക്കുന്നത്? നീ ഉസ്മാനടുത്ത് പറയൂ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു പണക്കിഴി കൊടുക്കുകയാ. ആ പണക്കിഴിയുമായിട്ട് അങ്ങാടിയിലേക്ക് കടന്നു പോവുകയാ. ആ പണക്കിഴിയുമായി അങ്ങാടിയിലേക്ക് കടന്നു പോവുകയാ. നാളത്തെ പുതിയ പിളയായ സഅദ് 1000 സ്വപ്ന വീഥികളിലൂടെ സഞ്ചരിക്കുകയാ. നാളെ എന്റെ മണിയറയിലെ ഏറ്റവും വലിയ അലങ്കാരമേ ഉമ്മു ജമീല, എന്റെ മനസ്സിന്റെ സാക്ഷാത്കാരത്തിന്റെ സായുജ്യമേ ഉമ്മു ജമീല. ഞാൻ എങ്ങനെയാ നാളെ പുത്തനുടുപ്പിന്റെ പുതുമണവും അത്തറിന്റെ നിർമ്മണവുമായി ഈ മണവാളനാകുന്ന ഞാനങ്ങ് കടന്നു ചെല്ലുമ്പോ എന്താണ് ആദ്യമായി പറയുക? സന്തോഷമല്ലയോ നാളത്തെ രാത്രി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അടിവച്ച് 1000 സ്വപ്ന ലോകത്തൂടെ കടന്നു പോകുമ്പോ ആ മാർക്കറ്റിന്റെ അങ്ങാടിയുടെ പരിസരത്തെത്തുമ്പോൾ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാ. സഹോദരങ്ങളെ, എന്താണ് അനൗൺസ്മെന്റ് എന്നറിയുമോ? എന്താണ് പബ്ലിസിറ്റി എന്നറിയുമോ? എന്താണ് വിളംബരം എന്നറിയുമോ? എന്താണ് അറിയിപ്പെന്നറിയുമോ? അതാ സഹാബി ഇങ്ങനെ വിളിച്ചു പറയുകയാ വലിയ ശബ്ദത്തിൽ, അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഓർഡറോ ഹബീബായ നബി തങ്ങളെ വിളംബരം ചെയ്തതാ. എല്ലാവരും യുദ്ധത്തിന് തയ്യാറായിക്കോ. ഈ പ്രകാശത്തെ കെടുത്തിക്കളയാൻ ശത്രു സമൂഹം, സർവായുധ വിഭൂഷകരായിട്ട് ശത്രു സമൂഹം ഓടിയടക്കുന്നുണ്ട്. സഹാബികളെ, എല്ലാവരും ഈ പ്രതിരോധത്തിന് വേണ്ടി തയ്യാറാവുക. ഇത് കേട്ട മാത്രയിൽ എല്ലാ സഹാബികളും അവരുടെ കച്ചവട സാധനങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് അവരാൽ കഴിയുന്ന ചെറിയ ചെറിയ ആയുധങ്ങളും ഈ പ്രകാശത്തെ പ്രതിരോധ
പ്രതിരോധിച്ചു നിർത്താൻ, ഈ പ്രകാശത്തെ പിടിച്ചു നിർത്താൻ, ശത്രു സമൂഹത്തെ പ്രതിരോധിച്ചു നിർത്താൻ പടയണിയായിട്ട് ഓടിപ്പോകുമ്പോൾ 2 വട്ടം ചിന്തിച്ചില്ല പൊന്നുമോനെ. സഅദ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുകയാ, തിരിച്ചുപോയി തന്റെ കയ്യിലുണ്ടായിരുന്ന പണക്കിഴി അടിച്ചു, എണ്ണി തിട്ടപ്പെടുത്തി. നല്ല ഒരു വാള് വാങ്ങുകയാ, നല്ല ഒരു പരിച വാങ്ങുകയാ, നല്ല ഒരു പടയങ്കി വാങ്ങുകയാ, നല്ല ഒരു പടത്തൊപ്പി വാങ്ങുകയാ, നല്ല ഒരു പടച്ചട്ട വാങ്ങുകയാ, ഒരു പടക്കുതിരയെ വാങ്ങുകയാ. ആ പടക്കുതിരയുടെ മുമ്പിൽ സർവദാ നല്ല യോദ്ധാവായിട്ട് ഒരു പിടിച്ച വാളുമായിട്ടിരിക്കുന്ന മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുകയാ, നാളത്തെ പുതിയ പ്ളയായ ഞാൻ ഈ അടർക്കളത്തിലേക്ക്, രണഭൂമിയിലേക്ക് ഞാൻ ഈ പടക്കുതിരയുമായി കടന്നു ചെല്ലുമ്പോ എന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും, ഓ സഅദേ നീ പൊയ്ക്കോ മോനെ, നീ നാളത്തെ പുതിയ പ്ളയാ, നീ പൊയ്ക്കോ, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നെങ്ങാനും പറഞ്ഞാൽ ആ ഓർഡറിനപ്പുറം എനിക്കൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അവസാനമായിട്ട് ആളറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുഖം മൂടി അങ്ങ് വാങ്ങിച്ച് കെട്ടുകയാ. ചെറുപ്പക്കാരാ, ഒന്ന് ചിന്തിക്കണേ പൊന്നുമോനെ. അങ്ങനെ ഒരു ഭാഗത്തിലൂടെ ശത്രു സമൂഹം ഇങ്ങനെ കടന്നടുക്കുമ്പോൾ, അവരിങ്ങനെ അതാ ആരവത്തോടെ അടുക്കുമ്പോൾ, മറുഭാഗത്തിലൂടെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ സ്വഹാബികൾ അടുക്കുമ്പോൾ, ഇതാ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, അവരേറ്റുമുട്ടുന്നതിന് മുമ്പ് മുസ്ലിം ഭാഗത്തിൽ നിന്നും ഒരു പടക്കുതിര നോക്കുമ്പോൾ ചീറിപ്പാഞ്ഞ് ശത്രുക്കളുടെ ഇടയിലേക്ക് രച്ചങ്ങൾ കയറുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുകയാ, സഹാബികൾ അത്ഭുതത്തോടെ നോക്കുകയാ. ആരായി യോദ്ധാവ്? മലക്കാണോ മനുഷ്യനാണോ? മാലാഖയാണോ മനുഷ്യനാണോ? എന്തൊരു നല്ല ധീരതയാ, എന്തോരു നല്ല ആർജവവാ, എന്തോരു നല്ല ഈമാനികമായ ആവേശവാ. എല്ലാവരും ധരിച്ചു നിന്നുപോയി ഇരച്ചങ്ങ് കയറുമ്പോൾ, അടച്ചവനെ കുറിച്ച് പറന്നുകൊണ്ട് കയറുമ്പോൾ, അല്ലാഹു അക്ബർ എന്ന് പറന്ന് കയറുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറന്ന് കയറുമ്പോൾ, സുബ്ഹാനല്ലാഹ്, സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ, ഇരുളും വെളിച്ചവും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ, സുബ്ഹാനല്ലാഹ്, ധർമ്മം ജയിക്കുകയാ, സത്യം പുനഃസ്ഥാപിക്കുകയാ, വെളിച്ചം വീഴ്ചുകയാ, മുഅ്മിനീങ്ങൾ ഈമാനിന്റെ പ്രകാശം കൊണ്ട് ജയിക്കുകയാ. ഹബീബായ പ്രവാചകനതാ ഗനീമത്തൊക്കെ സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടുന്ന സഹാബികളോട് പറഞ്ഞു, അല്ല മക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെയോ, ആ കണ്ട യോദ്ധാവ് എവിടെയാ? ആ കണ്ട ധീരനും വീരനും വീരനും വിജയീഷുമായിട്ടുള്ള ആ പടക്കുതിരയെ നയിച്ചു കൊണ്ടുപോയ ഈമാനുള്ള ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണമല്ലോ, ഒന്ന് വിളിക്കുമെന്ന് മോനെ, ഒരു സൈക്കാൻ അവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് സഹാബികൾ ഓർഡർ കൊടുക്കുമ്പോ, സഹാബികൾ ഇങ്ങനെ പരക്കുമ്പോ ആളിനെ നോക്കുമ്പോ അവസാനമായിട്ട് പറയുകയാ, നബിയേ, ആ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. ഉടൻ തന്നെ പറയുന്നു, ഷഹീദായി രക്തസാക്ഷികളായി കിടക്കുന്ന ആളുകളില്ലയോ, അവരുടെ കൂട്ടത്തിലൊന്ന് നോക്ക് മക്കളെ, അവരുടെ കൂട്ടത്തിലൊന്ന് നോക്ക് മക്കളെ. സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡർ കിട്ടിയപ്പോൾ രക്തസാക്ഷികളായ സ്വർഗത്തിലേക്ക് പറന്നുപോയ ഭാഗ്യവാന്മാരായ തുച്ഛമായ സഹാബികൾ അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നിങ്ങൾ അന്വേഷിച്ച നബിയെ, നിങ്ങൾ അന്വേഷിച്ച വ്യക്തി ഇതാ ഷഹീദായി കിടക്കുകയാ. സഹോദരങ്ങളെ ചിന്തിക്കണേ ചെറുപ്പക്കാരാ. ഹബീബായ നബി തങ്ങൾ അടുക്കലേക്ക് വരുമ്പോൾ മുഖം മൂടിയിട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മുഖം മൂടി മാറ്റ സഹാബ, ഞാൻ ഈ ഭാഗ്യവാനെ ഞാനൊന്ന് കാണട്ടെ പൊന്നുമക്കളെ, ആരാണ് ഈ ഭാഗ്യവാനെന്ന് ഞാനൊന്ന് കാണട്ടെ, നിങ്ങൾ മുഖം മൂടിയൊന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡർ കിട്ടിയപ്പോൾ മുഖം മൂടി അങ്ങ് മാറ്റുകയാ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നോക്കുമ്പോ, ഇത് നാളത്തെ പുതിയ പടസാദല്ലേ മക്കളെ. ഹബീബായ നബി തങ്ങളെ കരയിച്ച സംഭവങ്ങളിൽ ഒരു സംഭവം, മുത്തുനബി തങ്ങൾ അവിടെ ഇരുന്ന് കരന്നുപോയി, റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് കോരിയെടുത്ത് ചുംബിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പൊന്നു
പൊന്നുമക്കളെ, യവൻ അല്ലാഹു പരലോകത്തിലെ തരുണിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആലോചിക്കണേ സഹോദരങ്ങളെ, റബ്ബിന്റെ തീരുമാനമാ. അല്ലാഹുവിന്റെ ഖദാർക്കും മറികടക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ ഉൾപ്പെടെയുള്ള സഹാബികൾ ഈ ഭാഗ്യവാനായ സഅദിനെ ചുമന്നുകൊണ്ട് മയ്യത്തടക്കാൻ കൊണ്ടുപോകുമ്പോൾ സ്വഹാബികൾ അത്ഭുതകരമായ രണ്ട് കാര്യങ്ങൾ കാണുകയാ. സ്വഹാബികൾ അത്ഭുതകരമായ രണ്ട് കാര്യങ്ങൾ കാണുകയാ. എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോൾ സഅദിന്റെ ഭാഗ്യവാനായ സഅദിന്റെ മയ്യത്തുമായി നടന്നു പോകുമ്പോൾ മുത്തുനബി തങ്ങൾ അവിടുത്തെ കാല് താഴെ കുത്തുന്നില്ല. അവിടുത്തെ കാല് താഴെ കുത്തുന്നില്ല. വിരല് കുത്തി നടക്കയാ. താഴത്തെ കാലിന്റെ പടം താഴെ തൊടുന്നില്ല. സ്വഹാബികൾ നോക്കുന്നു, എന്തു പറ്റി? ഇവിടെ വലിയ ജനബാഹുല്യമൊന്നുമില്ലല്ലോ, വലിയ ആൾത്തിരക്കൊന്നുമില്ലല്ലോ. റസൂലുള്ള എന്തുകൊണ്ടാ കാലുകുത്താതെ ഇങ്ങനെ വലിയ തിരക്കുള്ള ഒരു സന്ദർഭത്തിൽ നിൽക്കുന്നത് പോലെ നടക്കുന്നതെന്ന് നോക്കുകയാ. അവസാനമതാ മയ്യത്ത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത്, ആ മുബാറക്കായ മയ്യത്ത് മുസ്തഫായ നബി തങ്ങളുടെ കരങ്ങൾ കൊണ്ട് ആ മണ്ണിലേക്ക് അങ്ങെടുത്ത് വെക്കുമ്പോ, ഖബറിലേക്ക് അങ്ങെടുത്ത് വെക്കുമ്പോ ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ തല ഇങ്ങനെ അങ്ങ് തിരിച്ചു കളന്നു. രണ്ടാമത്തെ ഒരു കാര്യം കണ്ടോ സഹാബികള്? മയ്യത്ത് മറമാടിയതിനു ശേഷം പ്രവാചകനോട് ചോദിക്കുക, യാ റസൂലല്ലാഹ്, ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്കറിയാനുണ്ട്. ഒന്ന്, സഅദിന്റെ മയ്യത്തുമായി വരുമ്പോൾ അങ്ങത്ത് കാല് താഴെ കുത്തിയിട്ടില്ല, പടം താഴെ കുത്താതെ വിരല് കുത്തി നടക്കുകയാ. എന്താ നബിയെ, ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ നടക്കുന്നത് പോലെ, തിക്കും തിരക്കിന്റെയും ഇടയിൽ കാല് കുത്താൻ സ്ഥലം കിട്ടാതെ വരുമ്പോൾ നടക്കുന്നത് പോലെ നിങ്ങൾ എന്തിനാ നടന്ന് ചോദിക്കുമ്പോൾ, ചെറുപ്പക്കാരാ ചിന്തിക്കണേ, അമ്പിളിത്തിങ്കൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ഈ ഭാഗ്യവാനായ സഅദെന്ന പൊന്നുമോനുണ്ടല്ലോ, ഈ ഭാഗ്യവാനായ സഅദെന്ന പൊന്നുമോനുണ്ടല്ലോ, ഈ പൊന്നുമോന്റെ മയ്യത്തിന് അനുഗമിക്കാൻ ആഘോഷ ലോകത്ത് നിന്ന് ആയിരക്കണക്കിന് മലക്കുകളെ അല്ലാഹു ഭൂമിയിലേക്ക് അയച്ചുപോയി. ആ മലക്കുകൾ ഇങ്ങനെ പെയ്തിറങ്ങിയപ്പോൾ എനിക്ക് കാലുകുത്താൻ സ്ഥലം കിട്ടിയില്ല സഹാബ, നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ മലക്കുകളും ഈ ഭാഗ്യവാനായ സഅദിനെ അനുഗമിച്ചിരുന്നു. ഒന്ന് ചിന്തിക്കു പൊന്നുമോനെ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെച്ചപ്പോൾ തലതിരച്ച് കളഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ സഅദിന്റെ മയ്യത്ത് ഞാൻ എന്റെ കരങ്ങൾ കൊണ്ട് ഖബറിലേക്ക് വെക്കുമ്പോൾ ഖബറിന്റെ നാല് ഭാഗത്തു നിന്നും ഹൂറുല്യങ്ങളായ തരുണികൾ, ഹൂറുല്യങ്ങളായ സുന്ദരികൾ അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കല് കണ്ടേ, ജിബ്രീൽ പോലും അമ്പരം നീട്ടുണ്ടേ. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും ഹൂറുല്യങ്ങളിൽപ്പെട്ട ഒരു വനിത ഇങ്ങനെ ചിരിച്ചപ്പോൾ പല്ലിന്റെ ലങ്കല്, ആ മുമ്പല്ലിന്റെ പ്രകാശം കണ്ട് മുഖറബുൽ അംലാഖ് പോലും അത്ഭുതപ്പെട്ട ചരിത്രം ഹദീസിലുണ്ട്. അങ്ങനെയുള്ള ഹൂറുല്യങ്ങൾ വന്നു മക്കളെ. ആ ഹൂറുല്യങ്ങൾ നാല് ഭാഗത്തു നിന്നും സഅദിന്റെ മയ്യത്തിലേക്ക് അടുത്തു. അവരോടി വന്നുകൊണ്ട് പറയുകയാ, എനിക്ക് വേണം സഅദിനെ. മറ്റവള് പറയുക, തരൂല, എനിക്ക് വേണം സഅദിനെ. അങ്ങനെ അവർ മാത്സര്യ ബുദ്ധിയോടെ കടന്നു വരുമ്പോൾ അതിൽ ഒരുവരുടെ ഔറത്ത് വെളിവായി പോയി. അതുകൊണ്ടാണ് ഞാൻ തലതിരിച്ചു കളഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നുമോനെ, അതുകൊണ്ട് ഒരു രക്തസാക്ഷിയല്ല, 100 രക്തസാക്ഷികളുടെ പ്രതിഫലം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കാലഘട്ടമോ. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒരു പോയിന്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഒന്ന് ചിന്തിക്കുമൻ തമസ്തക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. എന്റെ സമുദായം നാശത്തിന്റെ വക്കിലാകുമ്പോ, എന്റെ സമുദായം നാമാവിശേഷമാകുമ്പോ, ഫിത്നയും ഫസാദും ഉടലെടുത്ത് മനുഷ്യൻ സമുദായം മടിയന്മാരും അലസന്മാരുമായി മാറുമ്പോൾ എന്റെ ഒരു തിരിച്ചറിയ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, എന്റെ ഒരു സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ, ഒന്നല്ല രണ്ടല്ല 100 രക്തസാക്ഷിയുടെ പ്രതിഫലം നിങ്ങൾക്കുണ്ട്. മുഹമ്മദ് മുസ്തഫ